അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മളുള്ളത്. അള്ളാഹു പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്റെ അടിമ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് അവൻ എന്നിലേക്ക് അടുക്കുന്നു. അങ്ങനെ അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാൻ സംരക്ഷിക്കും. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ പിന്നെ ആ മനുഷ്യൻ കേൾക്കുകയുള്ളൂ. അവൻ കാണുന്ന കാഴ്ചകൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും. അവൻ സ്പർശിക്കുന്ന ഇടങ്ങൾ, അവന്റെ കൈകൾ എത്തുന്ന സ്ഥലങ്ങൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും. അവൻ നടക്കുന്ന കാല് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് മാത്രമേ നടന്നു പോവുകയുള്ളൂ. അത് അള്ളാഹു തരുന്ന സംരക്ഷണമാണ്. അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓൻ ചോദിക്കുന്നത് റബ്ബ് അവൻക്ക് കൊടുക്കും. അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവൻക്ക് അഭയം കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? നമ്മൾ ചോദിക്കുന്നൊക്കെ നമ്മളെ റബ്ബ് തരും എന്ന് പറഞ്ഞാൽ, നമ്മൾ അഭയം ചോദിച്ചാൽ അഭയം തരുമെന്ന് നമ്മുടെ റബ്ബ് വാക്ക് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ എന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ നമ്മൾ കഴിച്ചില്ലായില്ലേ? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ ജിബ്രീലിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും, മലക്കുകളുടെ ഇഷ്ടം നമുക്ക് കിട്ടും, ഭൂമിയിൽ നമുക്ക് അള്ളാഹു സ്വീകാര്യത നൽകും. അപ്പൊ ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക, നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക.